നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ന്യൂസാണ് CJ റോയെ പറ്റിയുള്ളത്. ഒരുപാട് രീതിയിലുള്ള ന്യൂസാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതേനെ കൊണ്ട് ഈ ഒരു സ്ഥാപനത്തെ ചതിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആദ്യ ഭാര്യയുണ്ട്, അങ്ങനെ എങ്ങനെയാണെന്നും പറഞ്ഞ് ഒരുപാട് ന്യൂസ് ഉണ്ടെങ്കിൽ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇദ്ദേഹം ജീവനോടിരുന്ന സമയത്തുണ്ടെങ്കിൽ ഇങ്ങനത്തുള്ള ഒരു കാര്യങ്ങളും വന്നിട്ടില്ലായിരുന്നു. ഇപ്പോഴാണ് ഇതേകണത്തുള്ള ഓരോരോ കാര്യങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുന്നത്. അതിൽ മെയിനായിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇതേകണക്കുണ്ടെങ്കിൽ ക്രിസ്റ്റൽ ഗ്രൂപ്പിലാണ് ആദ്യം ഉണ്ടെങ്കിൽ ഇദ്ദേഹം വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവിടുത്തെ ആൾക്കാരെ ഉണ്ടെങ്കിൽ പറ്റിച്ചതിന് ശേഷമാണ് ഇദ്ദേഹം ഉണ്ടെങ്കിൽ സ്വന്തമായിട്ട് കമ്പനി തുടങ്ങി എന്നുള്ള രീതിയിലാണ് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത്. അത് ഒരുപാട് പേര് ഇതേണക്ക് എഴുതിയൊക്കെ വിടുന്നുണ്ട്, ഒരുപാട് പോസ്റ്റും ചെയ്യുന്നുണ്ട്, അങ്ങനത്തെയുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ ഇത് സത്യമാണോ അല്ലയോ എന്ന് ഇതുവരെ ഉറപ്പായിട്ടില്ല. അതേ സമയത്തുണ്ടെങ്കിൽ ഒരുപാട് പേര് പറയുന്നുണ്ട് ഇദ്ദേഹം ഉണ്ടെങ്കിൽ ആദ്യമേ ഒരു വിവാഹം കഴിച്ചതാണ്, ആ സ്വത്തെല്ലാം തൻ്റെ കയ്യിലാക്കിയതിന് ശേഷമാണ് ഇതേണക്ക് ബിസിനസ് തുടങ്ങിയെന്നുള്ള രീതിയിലും ഒരുപാട് പേര് പറയുന്നുണ്ട്. അതേ സമയത്ത് ഇതേണക്ക് പല ഇടപാടുകളുണ്ടായിരുന്നു, ഇതേണക്ക് കയ്യിലുണ്ടായിരുന്ന പൈസയൊന്നും കറക്റ്റായിട്ടുള്ള സോഴ്സിലല്ല, അങ്ങനെ എങ്ങനെയാണെന്നും പറഞ്ഞിട്ടുള്ള ഒരുപാട് രീതിയിലുള്ളത് നമ്മളുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിനെപ്പറ്റിയുള്ള സത്യം ഒന്നും വെളിയിൽ വന്നില്ല. പക്ഷേ ആൾക്കാരുണ്ട് ഇത് യഥാർത്ഥ കാര്യമാണെന്നും പറഞ്ഞുകൊണ്ടെങ്കിൽ ഇതേണക്ക് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. നമുക്കൊന്നും അറിയത്തില്ല എന്തുകൊണ്ടാണ് അദ്ദേഹം സൂയിസൈഡ് ചെയ്തത്, അല്ലെങ്കിൽ എന്താണ് കാരണമെന്നൊന്നും അറിയത്തില്ല. പക്ഷേ ആൾക്കാരുണ്ടെങ്കിൽ ഓരോ രീതിയിലുള്ള കാര്യങ്ങളാണ് ഉണ്ടാക്കി പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത്. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തുവെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക.